ഒരു ഭാര്യയും ഭർത്താവും രാവിലെ എപ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു സ്ത്രീ അലക്കുന്നത് കാണും, എപ്പോഴും കാണും. അലക്കിയിട്ട് വെള്ള തുണിയാണ് അലക്കുക. അലക്കിയിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ ആറിയിടും. അപ്പോൾ ഇവരുടെ ജനാലയിലൂടെ ആ ആറിയിട്ട വെള്ള തുണി ഭാര്യക്കും ഭർത്താവിനും കാണാം. ഭാര്യ ഭർത്താവിനോട് പറയും, തുണി അലക്കിയിട്ട് വൃത്തിയായിട്ടില്ലല്ലോ, അതിൽ അഴുക്ക് അങ്ങനെ തന്നെ ബാക്കിയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവരെ അലക്കുന്നത് എന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കും. ഇതൊരു പതിവാണ്, എപ്പോഴും ഇതിങ്ങനെ നടക്കും. ഒരു ദിവസം ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ വെള്ള വസ്ത്രം അലക്കിയിട്ട് ആറിയിട്ടപ്പോൾ നല്ല നിറം, അതിനൊരു ചേറുമില്ല, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പം ഭാര്യ ഭർത്താവിനോട് പറയും, എന്താ നോക്ക്, ഇന്ന് നല്ലോണം വൃത്തിയായിട്ടുണ്ടല്ലോ, ഇന്നൊരു അഴുക്കും ആ വസ്ത്രത്തിനില്ലല്ലോ, ഇന്ന് എന്താണ് അവർക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് ഒന്നും ഉണ്ടൂല. അപ്പം ഭാര്യ ദേഷ്യം പിടിക്കും. എപ്പോഴും നിങ്ങളിങ്ങനെ, ഞാൻ എത്ര ദിവസമായി ഈ ഒരു വിഷയം സംസാരിക്കാൻ തുടങ്ങിയിട്ട്, എന്നും ഇതിങ്ങനെ പറയും, നിങ്ങളിങ്ങനെ കേൾക്കും, എന്നെ മൈൻഡ് ചെയ്യൂല. ഇന്നിപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പ്രതികരിച്ചൂടെ? ആ ഭർത്താവ് ചിരിച്ചോണ്ട് മറുപടി പറയുന്നതാണ്, നിന്റെ ജനാലയിൽ ഇത്രയും നാള് നല്ല പൊടിയുണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ ആ മണ്ണ് തുടച്ചു, അതുകൊണ്ടാണ് ആ സ്ത്രീ അലക്കിയ വെള്ള തുണി നന്നായി വൃത്തിയാകിയതായിട്ട് നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നത്. ഇന്നലെയും മെനയാന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ സ്ത്രീ അലക്കിയിട്ട വെള്ള വസ്ത്രങ്ങളിൽ നീ കണ്ട ചേറും പൊടിയും നിന്റെ ജനാലക്ക് പുറത്തുള്ള ചേറും പൊടിയായിരുന്നു. അത് വൃത്തിയാക്കിയപ്പോൾ ആ വൃത്തിയാണ് നീ അപ്പുറത്തെ അയൽക്കാരിയുടെ വെള്ള വസ്ത്രത്തിൽ കണ്ടത് എന്ന് ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എന്നാണ്. ഇതൊരു നാടോടി കഥയാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തെ അങ്ങേയറ്റം ചൂഴ്ന്നു നിൽക്കുന്ന, ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയാണിത്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ശുദ്ധിയായി നോക്ക്, നമ്മളൊന്ന് നന്നായി നോക്ക്, എല്ലാവരിലും നമുക്ക് നന്മ കാണാൻ കഴിയും. ചില ആളുകളുടെ ഹൃദയം വളരെ ചെറുതാണ്, വലിയ ശരീരം ഉണ്ടാവും, വലിയ പദവി ഉണ്ടാവും, ബാങ്കിൽ വലിയ ബാലൻസും ഉണ്ടാവും, വലിയ പ്രോട്ടോകോളൊക്കെ ഉണ്ടാവും, പക്ഷെ ഹൃദയം ചെറുതായിരിക്കും. ആളുകളുടെ നന്മ കാണാൻ കഴിയില്ല, ആളുകളുടെ കുറ്റവും കുറവും മാത്രമേ അവർ കാണുള്ളൂ. ആ ഹൃദയം നമ്മൾ മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല. എത്ര സ്റ്റാറ്റസ് ഇല്ലാത്ത മനുഷ്യനും നന്മ കാണാൻ പ്രവാചകൻ ശ്രമിച്ചിരുന്നു. ആ മനുഷ്യനെ ബഹുമാനിക്കാൻ റസൂലിനെ മാംസത്തിൽ വിഷം പുരട്ടി കൊല്ലാൻ നോക്കിയ വിഭാഗമാണ് ജൂതന്മാർ. ആ ജൂതന്മാരിൽപ്പെട്ട ഒരാളുടെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോഴാണ് റസൂൽ എഴുന്നേറ്റ് നിന്നോന്ന് മാത്രമല്ല, ആ കണ്ണുകൾ നിറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലെ, അതൊരു ജൂതനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന മറുപടി എന്താ അറിയോ? അതൊരു മനുഷ്യനും കൂടിയല്ലേ, ഒരു ജൂതൻ മാത്രമല്ല, അവനൊരു മനുഷ്യനും കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമുക്കതിൻ്റെ ആഴം മനസ്സിലാവില്ല. പക്ഷെ ജൂതന്മാരിൽ നിന്ന് പ്രവാചകൻ ഏറ്റുവാങ്ങിയ കൊടിയ പീഡനങ്ങളും കൊടിയ ചതികളും കൊടിയ പരാക്രമങ്ങളുടെയും ചരിത്രം നാം പഠിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ആ പറഞ്ഞ വാക്കിന്റെ വലുപ്പം എത്രയാണ്, അത് പറയാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് എത്രമാത്രം വിശാലത വേണം എന്ന് നമുക്ക് മനസ്സിലാവും. ആ വിശാലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം, എല്ലാവർക്കും മാപ്പ് നൽകാൻ നമുക്ക് സാധിക്കണം. എത്ര വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യരിലും ഒരു നന്മയെങ്കിലും കാണാൻ നമുക്ക് സാധിക്കണം. ആ നന്മ അംഗീകരിക്കാനും അതിനെ ആശീർവദിക്കാനും അതിനെ അഭിനന്ദിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താനും തിരുത്താനും ശുദ്ധിയാക്കാനും നമുക്ക് സാധിക്കണം. എങ്കിലും മാത്രമേ സമാധാനമുള്ള ദുനിയാവിലെ ജീവിതവും സമാധാനമുള്ള ഖബറിലെ ഉറക്കവും സമാധാനമുള്ള ഉയർത്തെഴുന്നേൽപ്പും സമാധാനമുള്ള പരലോക ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുസായ ഹൃദയത്തിൽ നിന്ന് വിശാലമായ ഒരു ഹൃദയത്തിലേക്ക് നാഥൻ നമ്മെ ആക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹു വ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.